നമ്മുടെ വീടുകളിലൊക്കെ റോസ് ചെടി നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. റോസാപ്പൂവ് സൗന്ദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമായി പലപ്പോഴും ചിത്രീകരിക്കപ്പെടാറുണ്ട്. അതിൻ്റെ സൗന്ദര്യം വർണ്ണനക്കതീതമാണ്. അതിൻ്റെ ശിഖരങ്ങൾ മുള്ളിനാൽ നിറഞ്ഞതുമാണ്. പ്രകൃതിയിൽ നിന്ന് പുറമോടി കണ്ട് അകം വിലയിരുത്തരുതെന്ന ബൃഹത്തായ സന്ദേശമാണ് തൊട്ടാൽ കുത്തിനോവിക്കുന്ന മുൾച്ചെടിയിൽ നിന്നും പുറത്തുവരുന്ന ഓരോ റോസാപ്പൂവും നമ്മോട് പറയാതെ പറയുന്നുണ്ടാവുക. റോസ് ചെടിയെ പോലെയാണ് ചില മനുഷ്യർ. നമ്മുടെ കൂട്ടത്തിൽ പരുഷ സ്വഭാവക്കാരായ, ചൂടൻ സ്വഭാവക്കാരായ ആളുകളുണ്ട്. എന്തിനും ഏതിനും നമ്മോട് ദേഷ്യപ്പെടുന്ന, ചൂടാവുന്ന ചില ആളുകൾ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല അവരുടെ തനി സ്വഭാവം എന്ന് പറയുന്നത്. പല ചൂടൻ പ്രകൃതക്കാരുടെയും ഉള്ളം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ സ്നേഹം നിറഞ്ഞ ആളുകളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. റോസ് ചെടി മുള്ളുകൊണ്ട് കുത്തിനോവിക്കുന്നത് പോലെ അതൊരു മുൾമരമാണെന്ന് കരുതി നമ്മൾ അതിനെ നശിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതിൽ നിന്ന് സുഗന്ധമേറുന്ന റോസാപ്പൂവ് നമുക്ക് ലഭിക്കാതെ പോകും. അതുപോലെ തന്നെയാണ് നമ്മോട് ചൂടാവുന്ന, നമ്മോട് ദേഷ്യപ്പെടുന്ന ചില ആളുകൾ. അയാൾക്ക് നമ്മോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മോട് ദേഷ്യം തന്നെയാണെന്ന് കരുതിക്കൊണ്ട് അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. മറിച്ച് അവരുടെ സ്നേഹത്തിൻ്റെ ആഴമറിയാൻ നമ്മൾ അല്പം കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. പരുക്കൻ സ്വഭാവക്കാരുടെ സ്നേഹത്തിൻ്റെ ആഴമറിയാൻ അല്പം കാത്തിരിക്കുക തന്നെ വേണം. ഏതുപോലെ എന്ന് വെച്ചാൽ, മുൾച്ചെടിയായ റോസ് ചെടിയിൽ നിന്നും റോസാപ്പൂവിനെ നമ്മൾ കാത്തിരിക്കുന്നത് പോലെ പരുഷ സ്വഭാവക്കാരായ ആളുകളിൽ നിന്നും സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ മതിയാകുമെന്നുള്ളതാണ്.